പ്രവചിച്ചതുമാരുടെയും നിന്റെ സുവിശേഷ ലോകമൊക്കെയിലും പ്രചരിപ്പിച്ച സിംഹന്മാരുടെയും നിന്നോട് വിശ്വാസത്തെ പ്രതി പീഡകൾ സഹിച്ച് മരണം പ്രാപിച്ച സാധന്മാരുടെയും നിനക്ക് വേണ്ടി കഷ്ടങ്ങൾ സഹിച്ച മോദിയന്മാരുടെയും തങ്ങളുടെ വചനം കൊണ്ടും ജീവിതം കൊണ്ടും സമയപ്പെടുന്ന പിതാക്കന്മാരുടെയും മൽപ്പാന്മാരുടെയും വിശ്വാസികളായ മരിച്ചുകളുടെ ഓർമ്മകൾ കൊണ്ടാടുന്നു. അവരുടെ പ്രാർത്ഥനകളാൽ ഞങ്ങളെ സഹായിച്ച് അനുഗ്രഹിക്കുമാറാകണമേ. ഹോശോ വബുകുല സുബാലുൽമേ നിന്റെ ഹൃദയം പ്രകാരം എന്നോട് കരുണയുണ്ടാകണമേ. നിന്റെ കരുണയുടെ ബോധത്വം പ്രകാരം എന്റെ പാപങ്ങളെ മായിച്ചു കളയണമേ. പാപങ്ങളോട് പോകണമേ. എന്റെ കൃപകൾ ഞാനും നിന്റെ പാപങ്ങൾ പാപം ചെയ്തു നിന്റെ ദ്രോഹ്യത്തിൽമാണിയാൻ ചെയ്തു എന്നാ നിന്റെ വചനത്താ നീതീകരിക്കപ്പെടി എന്തിന് ന്യായത്തിൽ ജയിക്കുകയും ചെയ്യുവാനായിട്ട് നീ എന്നാൽ ഞാൻ മോഹിച്ചു പാപങ്ങളുടെ മാതാവെന്നെ ഗർഭം ധരിക്കുകയും ചെയ്തു. ഇഷ്ടപ്പെട്ടു നിന്റെ ജാലത്തിന്റെ രഹസ്യങ്ങൾ എന്നെ അറിയിച്ചു. ഒരു സ്വഭാവത്തിന് മേൽ തെളിക്കണമേ ഞാൻ വെടിപ്പാകപ്പെടും. അതിനായി എന്നെ വെണ്മയാക്കണമേ. ഉറച്ച മഞ്ഞിനേക്കാൾ ഞാൻ വെണ്മയാകുന്നു. സന്തോഷമുടനെ തൃപ്തിയാക്കണമേ. ക്ഷീണമുള്ള അനസ്ഥികൾ സന്തോഷിക്കും. എന്റെ പാപം എന്റെ തിരുമുഖം തിരിച്ച് എന്റെ അതൊക്കെ മായിക്കണമേ. സൃഷ്ടിക്കണമേ. സ്ഥിരതയുള്ള നിന്റെ ആത്മാവിന്റെ ഉൾവാക്കണമേ. നിന്റെ വിരോധം നിന്നെ തള്ളിക്കളയരുത്. നിന്റെ വശത്താത്മാവിനെടുക്കരുത്. നിന്നെ ആനന്ദ രക്ഷ എനിക്ക് ധരിച്ചു തരണമേ. മഹത്തോളം എന്റെ ആത്മാവിനെ താങ്ങുമാറാകണമേ. അപ്പോൾ ഞാൻ അനുഗ്രഹക്കാരെ നിന്നെ വഴി പഠിപ്പിക്കും. പാപിയെ നിങ്ങളിലേക്ക് തിരികെയും ചെയ്യും. രക്ഷിക്കണമേ. എന്റെ നീതിയാശ്രയിക്കത്താവേ എന്റെ ആദരങ്ങൾക്ക് തുറക്കണമേ. എന്റെ വായിന്റെ സ്തുതികളെ പാടുവാൻ ബലികൾ നീ ദിവസായില്ല. ഹോമബലിപാതമില്ല. ദൈവത്തിന്റെ ബലികൾ താഴ്ന്നുള്ളതാവുന്നു. ദൈവം നിറയേറിയ നിരസിക്കുന്നില്ല. ഇഷ്ടപ്പെടും. അപ്പോൾ ദൈവമേ
പ്രാർത്ഥിച്ചോർത്താഴ്ന്ന് കരുണയും ദൈവം വ്യാചിക്കണം. അനുഗ്രഹിക്കനായ കർത്താവേ, ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും പ്രഭയും പുകഴ്ചയും അനശ്വരമായ നല്ലവരോ നിത്യവും നിത്യവും ഇടപെടാതെ സദാ സമർപ്പിക്കുവാൻ നാദാടിയങ്ങൾ യോഗ്യരായി തിരുമാറാകണമേ. തന്റെ മാതാവിന്റെയും നിന്റെ കൃപയാൽ സകലപരിശുദ്ധന്മാരുടെ ഓർമ്മയെ ശ്രേഷ്ഠപ്പെടുന്നതിന്റെ കന്യാൽ വിശ്വാസികളായ പരേതരെ പുണ്യപ്പെടുന്ന കർത്താവിനെ സ്തുതി എനിക്ക് സമയത്തുമല്ല പെരുന്നാളിലും നേരങ്ങളിലും കാലങ്ങളിലും സമയങ്ങളിലും അടിയങ്ങളെ ആവിഷ്കാരം മുഴുവനും സ്തുതിയും ബഹുമാനവും ആരാധനയും എനിക്ക് യോഗ്യമാകുന്നു. ബുക്കുൽപണിയോഗമോ സുഖമായ ന്യായപ്രമാണ ശുശ്രൂഷയുടെ ആചാര്യന്മാരായിരുന്ന ആദ്യം മുതൽ നിന്ന് പ്രീതിപ്പെട്ടുള്ളതായ സകല വിശുദ്ധ പിതാക്കന്മാരും പ്രത്യേകിച്ച് നിന്റെ വെളിപാടിനെ മുൻകൂട്ടി അറിയിച്ച ഋഷിമാരും നിന്റെ സൂചനമാർ സ്നേഹം മൂലം വധിക്കപ്പെട്ടതായ സഹോദരന്മാരും ഹൃദയത്തേറ്റ് പറഞ്ഞ മോദ്യാന്മാരും നിന്റെ സത്യലംബിച്ചരായ മൽപ്പാന്മാരും നിന്റെ മദ്വഹായൽ സൂര്യാചാര്യന്മാരും ദുരുഷാചരിച്ചമാസന്മാരും നിന്റെ മുന്തിരിത്തോട്ടത്തിൽ വിലയതാവത്തോന്മാരും ദൈവിക വചനങ്ങളെയും ജീവിതങ്ങളെ കൽപ്പനകളെയും അവലംബമാക്കി സോംശവും കുടുംബവും ഉപേക്ഷിച്ച് കുറിച്ചതിനധിക പിതാവസക്കാരും തരാക്കാരും മൂലക്കാരും സ്തോനരും ഇവരുടെ സമകാലികരും മുൻഗാമികളും പുലവും വഴി അഭിമാനപാതം രണ്ടാമത്തെ സ്വർഗം നിർത്തിയുള്ളവരും കറയില്ലാത്ത കന്യകയും ശുദ്ധിമതിയായ ദൈവമാതാവശ്യമറിയാം ഞങ്ങളോടെയും ഞങ്ങൾക്ക് വേണ്ടി നിന്നോട് അപേക്ഷിക്കുമാറാകണമേ. ഞങ്ങളുടെ പാപങ്ങൾ മൂലം ഞങ്ങളിൽ വന്നുകൂടുന്ന സകല ശിക്ഷകളെയും കോപടിയുടെയും അവിടെയും സകല വിശുദ്ധന്മാരുടെയും പ്രാർത്ഥനകളാൽ ഞങ്ങൾ നിരോധിച്ച് നീക്കി മായ്ച്ചു കളയണമേ. കർത്താവേ, ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവൻ നിലനിൽപ്പ് സമാധാനം ഞങ്ങളെ ശാന്തമായി നയിച്ചുകൊള്ളണമേ. കർത്താവേ, എന്റെ ശക്തിയാൽ നിരോഗികളെ സന്ദർശിക്കുകയും വിഷമത്തിലിരിക്കുന്നവരുടെ കണ്ണോടെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമേ. സത്യവിശ്വാസത്തോടെ നിരവത്യാശ്വാസം നല്ല ഓർമ്മ നൽകണമേ. ഞങ്ങളുമാരും നിനക്കും നിന്റെ പിതാവിനും വിശുദ്ധാത്മാവിനും ഇപ്പോഴെപ്പോഴും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. സ്തുതിയോടു രാജം ലോയാതിൽ വനമായ രാജഭാമിനിയോ മക്കളിൽ അപ്പൻ കൃപ ചെയ്വതുപോലെ ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യോ മാറുമോ കാദീശോ മെലോലം സ്തുതി ദൈവത്തിനുയരത്തിൽ തൻ മാതാവേ ലല്ലതയോ മഹിമാമുടിതേ മക ബ്രദറിൽ കരുണയുമുണ്ടാക സ്തൗമിൽ കാലോസ്കുരിയേല താതൽ ശ്ലോമോഗ പ്രിയ മൂലവുമേലില്ലാതല്ല മറിയാമിനു നൽകപ്പേടോ തീപോണ്ടോൽ വായ തേങ്ങോ ലോമോ ചൊന്നാദവി കൂടെ തല്ലുദയാനിൽ മാറുമോ സ്ലോമോ തല്ലിബിയ മാകു സ്ലോമോ തല്ലികൾ മാകു സ്ലോമോ സ്ലോമോ
പാദങ്ങൾ കോരേരും സഹദേമാകും ശ്ലോമോ തൽമക്കൾ വസിക്കൂ പരിശുദ്ധ സഭയ്ക്കു ശ്ലോമോ മെൽവോലവ്വാദമൽവോലവ്വൽ മീനാമേ നാമേ വസുരന്മാരാവ നായുഷ്കാലത്തിൽ ചൊല്ലി തല്ല് താതരയോ കേണം നയമാൻ മാപുണ്യ പേടോ സംസോർഗേ പുത്രേ ദൈവം മോറിയോരാധിൻ മേലൈനൂറാധാരേ മാതൃവിശുദ്ധനാമൈ ഞങ്ങളെ ചേർത്തിടേണമേ പ്രാർത്ഥനയാ ഉള്ളിൽ ഞങ്ങൾ ഈശ്വരലിഖിത കൽപ്പനകൾ സത്യമായ നില്ലിലല്ലോ ജീവാഹാരം പാതാളത്തിൽ കോട്ടകളെല്ലാം ഇടിക്കുന്നോണ്ടേ ശാബ്ദശ്രവണ വിഗതരുയർക്കും എതിരേൽപ്പില്ല മകളിൽ നിന്നോ ജരമേറ്റോനെ നീന്റെ നിന്നെ ഇടവകയിന്മേ വർഷിച്ചാലോ ആലോഹോ ഹല്ലേലൂയ ശോധന്നി ബലവാനെ കുരിയേലൈസം ശുദ്ധന്നി ബലഹീന ക്രൂശേറ്റു വേണ്ടവനെ ആലോഹോ ഹല്ലേലൂയ ശോധന്നി ബലവാനെ കുരിയേലൈസം ശുദ്ധന്നി ബലഹീന ക്രൂശേറ്റു വേണ്ടവനെ ആലോഹോ ഹല്ലേലൂയ ശോധന്നി ബലവാനെ കുരിയേലൈസം ശുദ്ധന്നി ബലഹീന ക്രൂശേറ്റു വേണ്ടവനെ കർത്താവേ ചേകാരുണ്യം ഹല്ലേലൂയ ചേകുവയാലെ കുരിയേലൈസോ കർത്താവേ പ്രാർത്ഥന പരിഗണങ്ങൾ കൈക്കൊള്ളും ആലോഹോ
രാജാവേ പാടുമോ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരിൽ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപം ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടനിൽ ഞങ്ങളെ രക്ഷിച്ചോളണമേ. എന്നോടെന്ന രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്ക് നിനക്കുള്ളതാകുമോ. ആമേൻ. കൃപ അറിയമേ, നിനക്ക് സമാധാനം. ഞങ്ങളുടെ കർത്താവിനോടുകൂടെ സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാവുന്നു. നിന്റെ ഉദരഫലമായ ഞങ്ങളുടെ കർത്താവ് യേശുമിശിഹ വാഴ്ത്തപ്പെട്ടവനാവുന്നു. ശുദ്ധമുള്ള കന്യകേ, വർത്തമറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായവർക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവം തമ്പുരാനോട് നീ അപേക്ഷിക്കണമേ. ആമേൻ. ദൈവമേ, നീ പരിശുദ്ധനാവുന്നു. ബലവാനേ, നീ പരിശുദ്ധനാവുന്നു. മരണമല്ലാത്ത നീ പരിശുദ്ധനാവുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. മരണമല്ലാത്ത നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. മരണമല്ലാത്ത നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ഞങ്ങളുടെ കർത്താവേ, കൃപയുണ്ടാകുമോട് കരുണയുണ്ടാകണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ശുശ്രൂഷകൾ നമസ്കാരത്തെ കൈക്കൊണ്ട് ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ദൈവമേ, നിനക്ക് സ്തുതി. സൃഷ്ടാവേ, നിനക്ക് സ്തുതി. പാപികളായ നിന്റെ അടിയാരോട് കരുണ ചെയ്യുന്ന മശിഹരാജാവേ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിനക്ക് സമാധാനം. വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ വാഴ്ത്തപ്പെട്ടവളാകുന്നു. വാഴ്ത്തപ്പെട്ടവളെ ഭാഗ്യം. ദൈവത്തെ നിന്നോട് പ്രാർത്ഥന ഞങ്ങളോടോ
എന്നോട് വാസം ജാതനിലേറ്റം താഴ്വളിൽ താനിറങ്ങി പാത്തു മറിയാമേ പോ താങ്ങിട്ടുണ്ട് നിന്നെ വഹിച്ച നീ പരിശുദ്ധരാകുന്നു നീ പരിശുദ്ധരാകുന്നു നീ ഞങ്ങളോട് കരുണയുണ്ടാകണമേ പ്രാർത്ഥനയുണ്ട് ഞങ്ങളെ അനുഗ്രഹം ചെയ്യണമേ നിനക്ക് സ്തുതി ഭാവിയിലാരോട് ഞങ്ങളുടെ പിതാവേ സുഖത്തിലെ പോലെ പരിശുദ്ധരാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ദോഷിക്കപ്പെട്ടവനെ അനുഗ്രഹം ചെയ്യണമേ നീ പരിശുദ്ധരാകുന്നു നിവസിദ്ധനാകുന്നു മരണമില്ലാത്തവരെ നിവസിദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ദോഷിക്കപ്പെട്ടവനെ അനുഗ്രഹം നീ പരിശുദ്ധരാകുന്നു നിവസിദ്ധനാകുന്നു മരണമില്ലാത്തവരെ നിവസിദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ദോഷിക്കപ്പെട്ടവനെ അനുഗ്രഹം ചെയ്യണമേ നമ്മളോട് കരുണയുണ്ടാകണമേ പ്രാർത്ഥനയെ കൊണ്ട് ഞങ്ങളെ അനുഗ്രഹം ചെയ്യണമേ നിനക്ക് സ്തുതി ഭാവിയിലാകടിയാനോട് സുഖി മാറുന്നു ഞങ്ങളുടെ പിതാവേ നിനക്ക് സമാധാനം സ്ത്രീകളാകുന്നു സാഖ്യപേടകമേ മറിയാമേ ശ്രോമോ ജീവജലത്തെ മുൾഗുറിയാൻ കാട്ടിയ ശോഷപാശ്രോമോ ഈശാനന്ദനാന്താവി തോന്നിയ പുണ്യപുരി ശ്രോമോ നിൽമടയ ദേവമുദിച്ചല്ലോ വാർഹുമോ ശ്രീഭാവാഹികള സഹദേന്മാ ചെന്നു വാഴ
ചെയ്തിടരായി ചിലരഗ്നിയലന്ത്യം കണ്ടു ദുഷ്ടങ്ങൾ ചാർത്തിട്ടു മണിപൂടില്ലവരും പോലെ ഗണമവരാതരയാലോലം വാദാലോലം മീനാമേരി നാരായണ സ്വത തരുതിരങ്ങളെ യോഗ്യന്മാരാക്കിടമേ നിന്നെ പറഞ്ഞവരെ താമസമീവേ ഏൽക്കണമേ നിന്നെ മരിച്ചവരെ മണിയോരാകെ മാതൽ പ്രാർത്ഥനയാ അരുളടിയാക്കും മൃതരായോക്കും തീരണമേ മറിയാമിന്നോർമ്മ അവൾ പ്രാർത്ഥനയാത്മാക്കളും കോട്ട സ്ത്രീകൾ മാസഹദേന്മാരെ ഞങ്ങൾക്കാകൃപയാജീപ്പീനെല്ലാരും ശരണത്താൽ മുടരാം പാതുപിതൃക്കൾ മേലാലിന്ത പനിനീ സ്മരണയുയർത്തി സിദ്ധരേറ്റി മൃതരെ വാഴ്ത്തിടും അവനായി സ്തോത്രം മകൻ പ്രാർത്ഥനയാ അരുളറിയാക്കും മൃതരായോ നിറഞ്ഞോരീശോ നിൽവെളിവാ കാണുന്നു വെളിവിയാടിയാരഖിലാധാരമതാ വെളിമുള്ളേ കാന്ത്യങ്ങളെ കാതൽ കാതിരെ ശോഭിപ്പിക്കുന്നു വെളിവിൽ നാട്ടിൽ വസിക്കും ഉള്ളതിഥേ പരിശുദ്ധ വേണ്ട കഷ്ടത വീഴ്ചിൽ ദയമണിയാ നീനൊഴിക്ക സൽക്രിയകൾക്കുമന ശോധ്യ സംഗതി വരണേ ഞങ്ങൾക്ക് അവരിൽ കുഞ്ഞാടും നോഹിനുടെ കാഴ്ചയതും അബ്രാഹാന്തൻ ബലിയും കൈക്കൊണ്ട കർത്താവേ നോമ്പും പ്രാർത്ഥനയും കൈക്കോ നൽമാലടിയാരെ കാക്ക മോചനമാ ോ
ദൈവമേ ആത്മീയ
സ്നേഹത്തോട് ചെവി കൊടുത്ത് നമ്മുമ്പാകെ വായിക്കപ്പെടുന്ന ശിഷ്യാനുസ്തവങ്കരിയോല്ലേ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങൾ അറിയിപ്പിനെ നാം കേൾക്കണം.
നാം എല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിനോട് കരുണയും മനോഹരവും യാചിക്കുന്നു. ഞങ്ങളുടെ മേലും ചെയ്ത ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾ പാവങ്ങൾക്ക് വേണ്ടിയും നിന്റെ ജനത്തിന്റെ
Amen.
ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യണമേ. ഹോശോ ഞങ്ങളെ ശരീരങ്ങളെ ശുദ്ധീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങൾ എപ്പോഴും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. ഹോശോ Oh
ഭൂമിയിലെ സ്ഥലം
അവരുടെ അരികിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണമേ. അവരോട് സദാസ്ത്രീം സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. എല്ലാ ഭാഗങ്ങളിലും സ്നേഹത്തോടെ വിശ്വാസത്തോടു കൂടി വാങ്ങിപ്പോയിരിക്കുന്ന വിശ്വാസമായി സഹകരിച്ചു പോയവരെ ഓർക്കുന്നു. അവിടെ ആത്മാക്കളെയും അരൂപികളെയും തന്റെ അടുക്കലേക്ക് എടുത്തുകൊണ്ടവരായ ആവശ്യമായോട് ധാരാളമായി തന്റെ വേണ്ടതിനും മൂലഘടങ്ങളുടെ അധികാരത്തിനും പാപമോചനത്തിനും യോഗ്യനാക്കുവാൻ നമ്മെയും അവരെയും തന്റെ സുഖരാജ്യത്തിനുമായിട്ട് തന്നോട് നാം പ്രാർത്ഥിക്കുന്നവരുടെ ആവശ്യം കുറിയേലായി സോനെന്ന് വേണം.
Hallelujah.
Wow.
Anwen
പരിശുദ്ധാത്മ നമ്മുടെ കടങ്ങളെ പരിഹരിക്കുന്നതിന് വാങ്ങിപ്പോകുന്ന മക്കൾക്ക് ആശ്വാസം ചെയ്യുക. ഞാൻ അവരുടെ പാപിയുമായ ദാസൻ നിങ്ങളുടെ പ്രാർത്ഥനകളോട് ഭാവിപ്പാൻ സന്ധിയായി തീരട്ടെ. നിങ്ങൾ സന്തോഷിച്ച് ആനന്ദിച്ച് സമാധാനത്താലേ പോകും. നാളും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യും. ശ്രീബാഹുവിനായ ശേഷം വരുന്ന ഞായറാഴ്ച ഭാഗമായി എൻ്റെ അനുഭവത്തിലുള്ള ഭാഗമാണ് നാം ഇന്ന് വായിച്ചത്. ആരാധനാ വർഷത്തിലെ അവസാന കാലഘട്ടത്തിലെ ആദ്യ ഞായറാഴ്ച കർത്താവിൻ്റെ പുനരാഗമനത്തെയും ലോകാവസാനത്തെ സൂചിപ്പിക്കുന്നതായ ചിന്തകളാണ് ഈ കാലഘട്ടത്തിലെ വേദന വായനയിൽ പ്രധാനമായും നാം കാണുന്നത്. 13-ാം അധ്യായം മുഴുവൻ തന്നെ കർത്താവിൻ്റെ രണ്ടാമത്തെയും കാലാവസാനത്തെയും കുറിച്ച് പ്രതിപാദിക്കുന്നതായ വിഷയങ്ങളാണ്, പ്രബോധനങ്ങളാണ് നാം കാണുന്നത്. 13-ാം അധ്യായത്തിന്റെ 28-ാമായ ഭാഗം നാം കാണുന്നത് അത്തിവരത്തെ സൂചന നൽകുന്നതായ അത്തിവരം തൊടുക്കുമ്പോൾ തള്ളുന്നതിനെ കുറിച്ച് നാം അവിടെ വായിച്ചു കേൾക്കുന്നുണ്ട്. പ്രധാനമായും 13-ാം അധ്യായം അതിൻ്റെ 28 മുതൽ 37 ഭാഗത്ത് കാണുന്നത് ഒരു ഉപമയും അത് 28-ാം ഭാഗത്തും 28-29 ഭാഗത്തും രണ്ടാമതായി അന്ത്യനാളിനെ കുറിച്ചുള്ള അറിയിപ്പും, മൂന്നാമതായി ദൈവദിനത്തിൻ്റെ ആധികാരികതയും, നാലാമതായി കാലഘട്ടത്തെ പറ്റിയുള്ള അറിയിപ്പും, അഞ്ചാമതായി മറ്റൊരു ഉപമയുമാണ് നാം അവിടെ കാണുന്നത്. മനുഷ്യന് നൽകുമ്പോൾ യഹൂദ ജനതയുടെ മനസ്സിൽ തന്നെ അദൃശ്യം സമൃദ്ധിയുടെ പ്രതീകമായിട്ടാണ് അവിടെ കാണുന്നത്. അത്തിപ്പഴം ദൈവിക ദാനങ്ങളുടെ പ്രതീകമായി യോവേൽ പ്രവാചകൻ ചിത്രീകരിക്കുന്നുണ്ട്. യോവേൽ പ്രവാചക ദിവസം 2-ാം അധ്യായം അതിൻ്റെ 22 നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ദൈവത്തിൻ്റെ ദാനങ്ങളാവുന്നു അത്തിപ്പഴങ്ങളെന്ന് കാണാൻ സാധിക്കുന്നതിനാൽ അതോടൊപ്പം തന്നെ അത്തിമരത്തിൻ്റെ ചുവട്ടിൽ വിശ്രമിക്കുക എന്നതിന് ദൈവികമായ ശാന്തിയിലും സമാധാനത്തിലും ആസ്വദിച്ചുകൊണ്ട് പാർക്കുന്നതായ സന്ദർഭത്തെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അന്ന് രാജാക്കന്മാർ 4:25
മിഖയുടെ പ്രവചനം 4-ാം അധ്യായത്തിന്റെ 4-ലും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. എസ്കേൽ പ്രവാചകന്റെ പുസ്തകത്തിലും വിശുദ്ധമാകുന്ന ഒരു രാജ്യത്തിന്റെ പ്രതീകമായും അത്തിമരത്തെ സൂചിപ്പിക്കുന്നു. ഉദയനമായി പരിശോധന നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. സുനെ കാണാനായിട്ട് വന്ന നഥാനിയേൽ ഇതാ ഇസ്രായേൽ കൂടെ വളരെ വിശ്വസ്തനായ ഒരു വ്യക്തിയാവുന്നു, ഇത്ര വിശ്വാസപൂർണമായ ഒരു വ്യക്തിയെ കണ്ടില്ല എന്ന് സൂചിപ്പിക്കുന്നതായ നഥാനിയേൽ അവനോട് ദൈവം പറയുന്നു, ഞാൻ നിന്നെ അത്തിവൃക്ഷത്തിന്റെ ചുവട്ടിലിരുന്നപ്പോൾ ഞാൻ നിന്നെ കണ്ടിരുന്നെന്ന് പറയുന്നുണ്ട്. അത്തിമരത്തിന്റെ തണലിരിക്കുന്നത് ദൈവമായ സംസർഗത്തിൽ വസിക്കുവാനായിട്ടും ശാന്തിയും സമാധാനവും ആസ്വദിക്കുന്നതായ ഭാഗമായിട്ടാണ് അത്തിമരത്തെ ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. ഇവിടെ ശിംരാൻ പ്രകൃതിയിലൂടെ ജനത്തെ അടയാളങ്ങൾ കണ്ട് അവയെ തിരിച്ചറിഞ്ഞ് ദൈവരാജ്യത്തെ പറ്റി മനസ്സിലാക്കുവാൻ അവരോട് ആവശ്യപ്പെടുന്ന ഭാഗമാണ് നമ്മുടെ കാണുന്നത്. പ്രകൃതിയിൽ ഋതുഭേദങ്ങൾ എങ്ങനെ സ്വാഭാവികമാണോ അതുപോലെ തന്നെ തികച്ചും സ്വാഭാവികമാണ് ദൈവരാജ്യത്തിന്റെ രണ്ടാമത്തെ വരവെന്ന് യേശുമ്പുരാൻ തന്റെ ശിഷ്യന്മാരോട് പ്രസ്താവിക്കുകയാണ്. വേദനകളും കഷ്ടപ്പാടുകളും ശേഷങ്ങളുമായ സന്തോഷങ്ങളുമായ പലപ്പോഴും പഠിപ്പിക്കുന്നുണ്ട്. സ്ത്രീയുടെ പ്രസവ വേദനയെക്കുറിച്ചും അഴിഞ്ഞില്ലാതാകുന്നതായ ഗോതമണിയെക്കുറിച്ചെല്ലാം യേശുമ്പുരാൻ ഉപയിലൂടെ പ്രസ്താവിക്കുമ്പോൾ കഷ്ടപ്പാടുകൾക്കും വേദനകൾക്ക് ശേഷം വരുവാനാകുന്ന ഒരു ശുഭമായ ഭാവിയെക്കുറിച്ച് അവസ്ഥയെക്കുറിച്ചാണ് ഇവിടെ പ്രസ്താവിക്കുന്നത്. അത്തിവരം തടുക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്ന പോലെ തുടർന്നുള്ളതായ ഈ കാലഘട്ടം കഴിയുമ്പോൾ ദൈവത്തിന്റെ രണ്ടാമത്തെ വരവ് ആഗതമാകുന്നതായ ഒരു സൂചന അത് പ്രകൃതിയിലൂടെ കാണുവാനായിട്ട് ഋതുഭേദങ്ങളിലൂടെ സ്വാഭാവികമായി നടക്കുന്ന പ്രക്രിയ പോലെ തന്നെ ക്രിസ്തുമ്പുരാന്റെ രണ്ടാമത്തെ വരവും സ്വാഭാവികമായി നടക്കേണ്ട ഒരു കാര്യമാണെന്നും എന്നാൽ അത് എപ്പോൾ സംഭവിക്കുന്നുവെന്ന് നിങ്ങൾ അറിയാത്തതിനാൽ ഏത് സമയവും നിങ്ങൾ ഉണർവോടുകൂടി ഇരിക്കുവാനായിട്ട് പറയുന്നു. പ്രകൃതിയിൽ പാഠം പഠിക്കുന്ന യേശുവിൻ്റെ ശൈലി ഈ കാലഘട്ടത്തിൽ വളരെ പ്രസക്തമാണ്. പലപ്പോഴും കാലാവസ്ഥാ വ്യതിയാനങ്ങളെല്ലാം സംഭവിക്കുമ്പോൾ ക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവിനെ കുറിച്ച് നാം പ്രകൃതിയിലൂടെ അതിൻ്റെ അവസ്ഥാഭേദങ്ങളിലൂടെ മനസ്സിലാക്കുവാനായിട്ട് ഇടയായി തീരണം. യുദ്ധങ്ങളും യുദ്ധശ്രുതികളെ കുറിച്ച് കേൾക്കും, ഭൂകമ്പങ്ങളും ഭൂമി ചഞ്ചാടും നൃത്തം ചെയ്യുമെന്നെല്ലാം പറയുമ്പോൾ ക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവും സമാഗതമായിക്കൊണ്ടിരിക്കുന്നതുമായ ഒരു വസ്തുത നാം മനസ്സിലാക്കുകയും ഉണർവോടെ ജാഗ്രതയോടെ ഇരിക്കുവാനായിട്ട് നമുക്ക് ഇടയായിത്തീരുകയും ചെയ്യണം. ജാഗ്രതയുള്ളതായ ഒരു കാത്തിരിപ്പിനെ കുറിച്ച് യേശുമ്പുരാനോട് തുടർന്ന് പറയുന്നുണ്ട്. ഒരു യജമാനൻ തന്റെ ദാസന്മാർക്ക് ജോലി കൊടുത്തിട്ട് പുറപ്പെടുകയും അവർ വരുമ്പോൾ ഉണർന്നുള്ളവരായിരിക്കാനായിട്ട് അവരോട് ആജ്ഞാപിക്കുകയും ചെയ്യുന്നു. ദൈവിക ജീവിതത്തിൽ ക്രിസ്തുവുമായുള്ള ബന്ധത്തിൽ എപ്പോഴും ഉണർവുള്ളവരായിരിക്കാനായിട്ട് എനിക്കും നിങ്ങൾക്കും സാധിക്കേണ്ടിയിരിക്കുന്നു. നന്മ ആഗ്രഹിക്കുന്ന ഒരു യജമാന്റെ രണ്ടാമതും വരുന്ന യേശുമ്പുരാൻ അവിടെ ചിത്രീകരിക്കുമ്പോൾ അവരിൽ നിന്നും പ്രലോഭനങ്ങളും രക്ഷപ്പെടുവാൻ ഉണർന്നും പ്രാർത്ഥിച്ചും ഇരിക്കുവാൻ യേശുമ്പുരാൻ തന്റെ ശിഷ്യന്മാരോട് അവിടെ നിർദ്ദേശിക്കുകയാണ്. വ്യക്തിതലത്തിൽ ലോകാവസാനം എന്നുള്ളത് വ്യക്തിയുടെ ലോകത്തിലുള്ള ഒരു മാറ്റമാണെങ്കിൽ തന്നെയും ഈ മാറ്റം സുനിശ്ചിതമാണെന്നും സമയം എപ്പോഴെന്ന് നിശ്ചയമില്ല. ഈ ലോകത്ത് നിന്ന് നാം ഓരോരുത്തരും മാറ്റപ്പെടേണ്ടവരാണെന്നുള്ളതായ ഒരു അവസ്ഥ, ഒരു ഒഴിച്ചുകൂടാൻ പറ്റില്ലാത്തതായ ഒരു സത്യം നാം എപ്പോഴും ഓർത്തിരിക്കേണ്ടതും, എന്നാൽ അത് ഏത് സമയമെന്ന് നമുക്ക് അറിയുന്നില്ല. മാറ്റപ്പെടേണ്ടത് ആണ് എന്നുള്ളതായ ഒരു സത്യം, അതിൻ്റെ സമയം നാം അറിയുന്നില്ല. അതിനാൽ ഏത് സമയത്തും ഉണർവുള്ളവരായിപ്പാനായിട്ടാണ് അവിടെ ശിംറാൻ കൽപ്പിക്കുന്നത്. ഈ ലോകത്തെയും വ്യവസ്ഥിതികളെയും സംഭവങ്ങളെയും ആത്മജ്ഞാനത്തോടെ വിവേചിച്ച് അറിഞ്ഞ് കരുതലോടും ജാഗ്രതയോടും കൂടി ഇരിക്കുവാൻ യേശുമ്പുരാൻ അവരോട് ആജ്ഞാപിക്കുന്നു. യജമാനൻ ദാസരോട് ആജ്ഞാപിക്കും, ജാഗ്രതയായിപ്പിൻ. വിശുദ്ധ പൗലോസ്ലീഹ കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നുണ്ട്, വിശ്വാസത്തിൽ ഉറച്ച് നിങ്ങൾ ജാഗരൂകരായിരിക്കാൻ പറയുന്നുണ്ട്. തെസ്സലോനിക്കർ എഴുതിയ ലേഖനം 1:5 അധ്യായത്തിന്റെ 2-6 വാക്യത്തിൽ രാത്രിയിൽ കളയുന്ന പോലെ കർത്താവ് വരും, ഉറങ്ങാതെ ഉണർന്ന് സുബോധത്തോടെ ഇരിക്കാനായിട്ട് ശിവരാൻ കൽപ്പിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഈ ജീവിതത്തിൽ ദൈവത്തെ എതിരേൽക്കുവാനായിട്ട് ഉണർവോടെ ദൈവസന്നിധിയിൽ ജാഗ്രതയോടെ ഇരിക്കാനായിട്ട് നമുക്കിടയായി തീരണം.
നിങ്ങളെ ശത്രുവായ സാത്താൻ അലർന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടെന്നറിയാൻ നിങ്ങളെ ചുറ്റും കാത്തിരിക്കുമ്പോൾ അവന്റെ കെണിയിൽപ്പെടാതിരിക്കാൻ തക്കണം ദൈവിക ബന്ധത്തിൽ ദൈവമായുള്ള സംസർഗത്തിൽ നമുക്കായിരിക്കാൻ ഇടയായിത്തീരണം. സാത്താന്റെ കുഴൽ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കുവാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധവർഗം ധരിച്ചുകൊള്ളിൽ നമുക്ക് പോരാട്ടമുള്ളത് ജനരക്തങ്ങളോടുള്ള വാഴ്ചകളോടും അധികാരങ്ങളോടും അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വർലോകത്തിന്റെ ദുഷ്ടാത്മാ സേനയുടെയും ആകുന്നുവെന്ന് പൗലോസ്ലിഹ നമ്മെ ഓർമ്മപ്പെടുത്തുമ്പോൾ നമുക്ക് ഒരുക്കമുള്ളവരായിരിക്കാം. ലോകത്തിൽ വിശ്വാസത്തോടെ ആയിരിക്കാൻ പേടിയോ ഉത്കണ്ഠയോ ഉള്ള കാത്തിരിപ്പല്ലാതെ വിശ്വാസത്തോടെ ചെയ്യേണ്ട പ്രവൃത്തികൾ ചെയ്തു തീർത്ത് ഓരോ നിമിഷവും യജമാനെ സ്വീകരിക്കാൻ നമുക്ക് ഒരുങ്ങിയിരിക്കാം. ഇന്നത്തെ ജീവിതം ആസ്വദിക്കുന്ന മനുഷ്യന്റെ വ്യഗ്രത സുഖലോലുതയിലൂടെ മധ്യാസക്തിയിലൂടെ ദുർമാർഗങ്ങളിലൂടെ ജീവിച്ച് മനുഷ്യൻ അധപതത്തിലേക്ക് ദൈവം നാം അകന്നു പോകുമ്പോൾ അവയെല്ലാം വിടിഞ്ഞ് ദൈവരാജ്യത്തിനായുള്ള ഒരു കാത്തിരിപ്പിനായിട്ട് ഒരുങ്ങിക്കണം. യജമാന സമയത്ത് നമ്മൾ അറിയുന്നില്ല, സന്ധ്യയ്ക്കോ പാതിരാത്രിക്കോ കോഴി പോകുമ്പോഴോ ഏത് പ്രഭാതത്തിലോ വരുന്ന അറിയാത്തതിനാൽ ഒരുക്കമുള്ളവരായിരിക്കാൻ ജീവിതത്തിന്റെ ശൈശവത്തിലോ ബാല്യത്തിലോ യൗവനത്തിലോ വാർദ്ധക്യത്തിലോ ജീവിതത്തിന്റെ ഏത് യാമത്തിൽ നിന്നെ വിളിച്ചു കഴിഞ്ഞാലും ദൈവരാജ്യത്തിന് അവകാശിയായി തക്കോണം ദൈവത്തെ സന്നിധിയിൽ നമുക്ക് സമർപ്പിച്ച് ഒരുക്കത്തോടെ ജാഗ്രതയായിരിക്കാം. ലോകത്തിന്റെ സ്കിലോലുകളിൽ മുഴുകി കഴിയുന്നതോടെ ജാഗരൂകരായി കാണുവായ ഈ വിളി സമവീക്ഷണത്തിലുള്ള സുവിശേഷം പലരും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. സോലോലുപതയും മധ്യാസക്തിയും ജീവിക വ്യഗ്രത എന്നിവയിൽ ഭാരപ്പെട്ട ദിവസങ്ങൾക്ക് ഇരിക്കുമ്പോൾ കളനെ പോലെ ഒരു ദിവസം വരികയും നാം ഈ ലോകം മാറ്റപ്പെടുകയും ചെയ്യുമ്പോൾ നിത്യമായ വാസ്തലങ്ങളിലേക്ക് എത്തപ്പെടുവാൻ തോക്കണം. ദിവസത്തിൽ മുട്ടപ്പോടെ കണ്ണീരോടെ അവരുടെ സ്ഥിതിയിലായിരിക്കാൻ പാപത്തെ വിട്ടൊഴിഞ്ഞ് ദൈവിക കൽപ്പനകളെ പ്രമാണിച്ച് ജീവിതത്തിൽ ക്രിസ്തുവിനെ കണ്ടെത്തി അവനോടുകൂടെ വസിപ്പാൻ ഞാൻ നിങ്ങളുടെ ഹൃദയത്തിന്റെ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും എനിക്ക് വേണ്ടി വാതിൽ തുറന്നാൽ ഞാൻ അവൻ എന്നോടും കൂടി താഴം കഴിക്കുന്നു പറഞ്ഞ യേശു തമ്പുരാൻ നമ്മുടെ ഹൃദയത്തിന്റെ ഭാഗത്ത് നിന്ന് മുട്ടുമ്പോൾ അവനായി തുറന്നു കൊടുത്തുണ്ട്. അവനോടൊപ്പം വസിക്കുന്നതായ ഒരു ജീവിതത്തിലൂടെ കടന്നുപോയിക്കൊണ്ട് സ്വർഗരാജ്യത്തിന്റെ അവകാശികളായി തീരുവാൻ നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയായി തരുന്ന മാത്രം പ്രാർത്ഥിച്ചിട്ടുണ്ട്. വാക്കുകൾ ഉപസംഹരിയും കർത്താവ് എൻ്റെ അദൃശ്യമായ വർദ്ധന നിങ്ങളെല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പള്ളിയിലെ വെച്ചേക്കോ വളരെ രൂക്ഷമായി ഒരു കാലയളവിലാണ് നാം ഇന്ന് കടന്നു പോകുന്നത്. ഓരോ ദിവസവും 5000-ൽ പരം ആളുകൾ നമ്മുടെ കൊച്ചു കേരളത്തിലും രോഗികളായി തീർന്നുകൊണ്ടിരിക്കുന്നു. കേരളത്തിൽ തന്നെ മരണം 500 കടന്നിരിക്കുന്നു. ഓരോ ദിവസവും 10ഉം 20ഉം പേർ ഈ രോഗം ബാധിച്ച് മരിക്കുന്നത് നിങ്ങൾ വാർത്താ മാധ്യമങ്ങളിലൂടെ ദർശിക്കുന്നുവല്ലോ. നമ്മുടെ ദേവാലയത്തിന് ചുറ്റുപാടുമുള്ള പ്രദേശങ്ങളിലും അനേക ഭവനങ്ങളിൽ COVID-19 ബാധിച്ച് രോഗികളായി കഴിയുകയാണ്. ആ പശ്ചാത്തലത്തിലാണ് നമ്മൾ കഴിഞ്ഞ ഞായറാഴ്ച മുതൽ ദേവാലയത്തിലേക്ക് ആരും വരേണ്ടതില്ല എന്ന് പറഞ്ഞത്. ഈ സ്ഥിതി ഒരു മാറ്റം വന്നതിന് ശേഷം മാത്രമേ വിശ്വാസികൾക്ക് ദേവാലയത്തിൽ വരുവാൻ സാധിക്കത്തുള്ളൂ. നമ്മുടെ ദേവാലയത്തിന് ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ നമ്മുടെ പഞ്ചായത്തിൽ 100-ൽ പരം ആളുകൾക്ക് ഈ രോഗം ബാധിച്ച് കഴിയുകയാണ്. അതുകൊണ്ട് വളരെ കരുതലും വളരെ ശ്രദ്ധാലുക്കളുമായിരിക്കണം ദൈവമക്കൾ എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. രോഗികളുടെ എണ്ണം കൂടുമ്പോൾ വീടുകളിൽ തന്നെ കഴിയേണ്ട അവസ്ഥയാണ് ഇന്നുള്ളത്. ആശുപത്രിയിൽ ഇടമില്ല, ചികിത്സ കിട്ടാനുള്ള മാർഗമില്ലാത്ത അവസ്ഥയിലേക്ക് നാം കടന്നിരിക്കുന്നു. ആയതുകൊണ്ട് അലക്ഷ്യമായി ഇതിനെ കാണാതെ വളരെ കരുതൽ ഉള്ളവരായിരിക്കണം. നമ്മുടെ മുമ്പിൽ COVID-19 വന്നു നിൽക്കുന്നു എന്ന ചിന്തയോടുകൂടെ ഓരോ ദൈവമക്കളും വർദ്ധിക്കണമെന്നും കരുതലുള്ളവരായിരിക്കണമെന്നും ഏറെ പ്രാർത്ഥിക്കണമെന്നും ഓർമ്മപ്പെടുത്തുന്നു. നമ്മുടെ ഈ ഗ്രാമപഞ്ചായത്തിൽ നിന്ന്, ഈ ദേവാലയത്തിന്റെ പരിസര പ്രദേശങ്ങളിൽ നിന്ന് ഈ മഹാമാരി മാറിക്കിട്ടുവാൻ ദൈവമക്കൾ പ്രത്യേകം ശ്രദ്ധയോടെ പ്രാർത്ഥിക്കണമെന്നും ഗവൺമെന്റ് നിർദ്ദേശിക്കുന്ന എല്ലാ നിബന്ധനകളും പാലിച്ചുകൊണ്ട് നിങ്ങൾ വർദ്ധിക്കണമെന്നും ഓർമ്മപ്പെടുത്തുന്നു. ഇനി ഒരറിയിപ്പ് നിങ്ങൾക്കുണ്ടാകുന്നതുവരെ ഇന്നത്തെ രീതിയിൽ തന്നെയായിരിക്കും പള്ളിയിലും ചാപ്പലുകളിലും ആരാധന നടത്തുന്നത്.
ഇന്ന് രായമംഗലം പ്രദേശത്ത് അവിടെ വ്യാപനം കൂടുതലായതുകൊണ്ട് ചാപ്പലിൽ കുർബാന ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് നമുക്ക് ആവുന്നിടത്തോളം ആരാധന മുടക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുന്നതാണ്. ദൈവമക്കൾ വീട്ടിൽ ഇരുന്ന് ഓൺലൈനിലൂടെ ഈ ആരാധന സംബന്ധിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണമേ എന്ന് സ്നേഹപൂർവ്വം ഓർമ്മപ്പെടുത്തുന്നു. നമ്മുടെ കാവൽ പിതാവായ മാർ കൗമായുടെ ഓർമ്മ പെരുന്നാൾ അടുത്തു വരികയാണ്. ഒക്ടോബർ മാസം 27, 28 തീയതികളിൽ ആ പെരുന്നാൾ നാം ആചരിക്കേണ്ടതാണ്. ആ ദിവസം വരുമ്പോഴെങ്കിലും ഓരോ വീട്ടിൽ നിന്നും ഓരോ ആൾക്ക് എങ്കിലും ആ പെരുന്നാൾ ചടങ്ങിൽ വന്ന് സംബന്ധിപ്പാൻ ദൈവം അവസരമൊരുക്കുന്നതിന് വേണ്ടി ദൈവമക്കൾ പ്രത്യേകം പ്രാർത്ഥിക്കണം. അതിന് വരുവാനുള്ള ഒരു സാഹചര്യം ദൈവം ഒരുക്കി തരുന്നതിന് വേണ്ടി ദൈവമക്കൾ പ്രത്യേകം പ്രാർത്ഥിക്കണമേ. പ്രത്യേകം ഈ രോഗത്തെ കുറിച്ച് കരുതലും ബോധ്യവും ഉള്ളവരായി വർദ്ധിക്കണമെന്ന് ഒരിക്കൽ കൂടി വിനയത്തോടെ എല്ലാവരെയും ഓർമ്മപ്പെടുത്തുന്നു. അതേപോലെ നമ്മുടെ പരിശുദ്ധ സഭ ഏറെ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. സഭയിൽ അഭിനന്ദ പിതാക്കന്മാർ തോമസ് മാർ അലക്സാന്ദ്രിയോസ് തിരുമേനി, മാത്യൂസ് മാർ തിമോത്തിയോസ് തിരുമേനി, ബാർ യുഹാനോ റംബാൻ എല്ലാവരും സഭയിൽ നീതി നിറവേറ്റി കിട്ടുന്നതിന് വേണ്ടി സഹന സമരങ്ങളും നിരാഹാര സമരങ്ങളും ഓരോ ദേവാലയങ്ങൾ തോറും സഹന സമരങ്ങളും നടത്തി വരുന്നത് നിങ്ങൾക്ക് അറിവുള്ളതാണല്ലോ. ദൈവമക്കളെ പ്രത്യേകം പ്രാർത്ഥിക്കുക. നാളെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഒരു ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ട്. അത് നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. COVID-19 തടസ്സങ്ങളൊന്നുമില്ലെങ്കിൽ ആ ചർച്ച ഫലപ്രദമായി തീരുവാൻ, ആ ചർച്ചയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പരിവർത്തിച്ച് സമാധാനത്തിന്റെ ഒരന്തരീക്ഷം നമ്മുടെ സഭയിൽ സംജാതമാകുവാൻ ദൈവമക്കൾ കണ്ണുനീരോടെ പ്രാർത്ഥിക്കണം. ഇന്ന് നാളെയും ദൈവമക്കൾ അതിനുവേണ്ടി പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കണമേ എന്ന് സ്നേഹപൂർവ്വം ഓർമ്മപ്പെടുത്തുന്നു. എല്ലാ ദേവാലയങ്ങളിലും സഹന സമരം നടത്തുന്നു എന്ന് വരികിലും നമ്മുടെ ദേവാലയ ചുറ്റുപാടും കോവിഡ് വ്യാപരിച്ചിരിക്കുന്നത് കൊണ്ടാണ് നാം ഇവിടെ അത് ക്രമീകരിക്കാതെ ഇരുന്നത്. എന്നാൽ ദൈവമക്കൾ ഈ കാര്യം മനസ്സിലാക്കിക്കൊണ്ട് വീടുകളിൽ സഹന സമരം അഥവാ ഉപവാസ പ്രാർത്ഥന നടത്തി അതിൽ പങ്കാളികളായി സഭയുടെ ഈ വിഷമസ്ഥിതിയിൽ നിന്ന് ദൈവം നമ്മെ കരകയറ്റുന്നതിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് സ്നേഹപൂർവ്വം ഓർമ്മപ്പെടുത്തുന്നു. ഇന്ന് ഈ വിശുദ്ധ കുർബാന വഴിപാടായി ഏറ്റുകഴിച്ചിരിക്കുന്നത് പരേതയായ മേനോത്തുമാലി മറിയാമ്മ ജേക്കബിന്റെ ഓർമ്മയ്ക്ക് വേണ്ടിയും അലീന ആൻഡ് സിജു തടയാളിൽ എന്ന ദൈവമകൾക്ക് വേണ്ടിയുമാണ്. ദൈവം അവരുടെ കുടുംബത്തെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ഇടവകയിൽ മേദലക്കരയിൽ അരീക്കാട്ട് മറിയാമ്മ പൗലോസ് കർത്താവിൽ നിദ്ര പ്രാപിച്ചു. മോ ഗ്രിഗോറിയോസ് കുടുംബ യൂണിറ്റിൽപ്പെട്ട അംഗമാണ്. മരണാന്ത ശുശ്രൂഷ ഇന്ന് 11 മണിക്ക് ഭവനത്തിൽ ആരംഭിക്കുന്നതായിരിക്കും എന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഈ ദിനങ്ങളിൽ മരണാന്ത ചടങ്ങുകളും മറ്റ് വീടിലുള്ള ചടങ്ങുകളും വളരെ ശ്രദ്ധാപൂർവ്വം കൈകാര്യം ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. വിവാഹങ്ങൾ നടക്കുന്നുണ്ട്. ആളുകൾ കൂടി വരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് പുറമേ നിന്ന് കണ്ടെയ്ൻമെന്റ് സോണാണ് ചുറ്റുപാടും. അവിടെ നിന്ന് ആളുകളൊക്കെ വരുമ്പോൾ അത് വ്യാപരിക്കുവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് വീടുകളിൽ കൂടി വരുമ്പോൾ വെക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധാലുക്കളായിരിക്കണം. മരണാന്ത ശുശ്രൂഷയിൽ വളരെ പരിമിതമായ ആളുകളെ പങ്കെടുക്കാവൂ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. നമ്മുടെ സൺഡേ സ്കൂൾ കുട്ടികൾക്കുള്ള ഓൺലൈൻ ക്ലാസ് നടന്നു വരികയാണ്. രാവിലെ 11 മണി മുതൽ അത് ആരംഭിക്കുന്നു. ഇന്ന് അഭിവന്യ മോർ ക്ലീമീസ് കുര്യാക്കോസ് മെത്രാപ്പൊലീത്ത ആമുഖ സന്ദേശം നടത്തുന്നു. 7ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ഉച്ചയ്ക്ക് 12 മണി മുതൽ രണ്ടാമത്തെ ക്ലാസ് ഉണ്ടായിരിക്കുന്നതാണ് എന്ന് അറിയിക്കുന്നു. പ്രിയമുള്ളവരെ, ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, ഇന്നത്തെ പ്രത്യേക പരിസ്ഥിതിയിലാണ് നിങ്ങൾക്ക് ആർക്കും ഈ ആരാധന സംബന്ധിക്കാൻ സാധിക്കാതിരിക്കുന്നത്. ഈ അവസ്ഥ മാറിയ നിങ്ങളെ അറിയിക്കും. അതനുസരിച്ച് വരുവാനും ശുശ്രൂഷ സംബന്ധിപ്പാനും കുറച്ചു പേർക്കെങ്കിലും അനുവാദം ലഭിക്കും. അതിന് നിങ്ങളെ പള്ളിയിൽ നിന്ന് അറിയിക്കുന്നവരെ നിങ്ങൾ കാത്തിരിക്കണമെന്ന് വളരെ സ്നേഹത്തോടെ വിനയത്തോടെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. സഭയ്ക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണമേ. നാളെ നടക്കുന്ന ആ യോഗത്തിന്റെ അനുഗ്രഹത്തിന് വേണ്ടി, അത് ഫലവത്തായി തീരുവാൻ വേണ്ടി പ്രത്യേകം ദൈവമക്കൾ പ്രാർത്ഥിക്കുമല്ലോ. ദൈവം അനുഗ്രഹിക്കട്ടെ.
കാത്തിടുമേ ഹല്ലേലൂയ വളരുവൻ ലബാനോൻ വിതാരികോ വൃദ്ധബലവാദരിതുരലക്ഷിടുമേ ഹല്ലേലൂയ വർദ്ധിക്കുമവർക്ക് ദുഷ്ടേ പുഷ്ടികളും പാർക്കുമോ സുബ്ഹാന മുലബ്രുവൽ റുഹു കാദീശോൻ ഓലം വാദം ഓലം വൽമിയാനി ഓലം മാർക്കൗമേ ഉടേമേലും നിൽനോൻ മാഉദരമേ നാമനമേ ആമേൻ കുമാനി ചോർക്കാൽ സൗമികാൽ സ്നേഹായി ഭാഗ്യം സേവയാകാ ഭാഗ്യം ശ്രീകർക്കും ഭാഗ്യം സാധകർക്കും പുനരുദ്ധാരണത്തിനെ പാലിക്കുമോ കാമ സാക്ഷിച്ചോ